നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഒരു ഇടവേളയ്ക്ക് ശേഷം ഹലോ MLA വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ മണ്ഡലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സൂചനയായി കണക്കാക്കാനാകുമോ? ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? അവരുടെ ചിന്താധാരയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ? MLA നിങ്ങൾക്കൊപ്പം സജീവമാണോ? നിയമസഭയിൽ നിങ്ങൾക്കായി ഇടപെടാറുണ്ടോ? നിയമനിർമ്മാണ പ്രക്രിയയിൽ നിങ്ങളുടെ MLA എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്തെല്ലാം വികസനം നിങ്ങളുടെ മണ്ഡലത്തിലേക്ക് എത്തിച്ചു? ഉറപ്പു നൽകിയിട്ടും പാലിക്കാത്തത് എന്തെല്ലാമാണ്? MLA ഇങ്ങനെ ചെയ്തതും ചെയ്യാത്തതുമെല്ലാം നമ്മൾ ഒന്നിച്ചിപ്പോൾ പരിശോധിക്കാൻ പോകുന്നു. ന്യൂസ് മലയാളത്തിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി ഹലോ MLA പറഞ്ഞേ പറ്റൂ വീണ്ടും ആരംഭിക്കുകയാണ്. ഓരോ മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ ചിത്രം എന്താണ്? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നെല്ലാം നമ്മൾ സൂക്ഷ്മമായി ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ്. ഹലോ MLA ഇന്ന് പോകുന്നത് തെക്ക് കിഴക്കൻ കേരളത്തിലെ റാന്നി മണ്ഡലത്തിലേക്കാണ്. പമ്പാ നദിയുടെ ഇരുകരകളിലുമായി പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവിലെ കാർഷിക വൃത്തി പ്രധാനമായ നാട്. ദ്രാവിഡ ഗോത്ര സമൂഹങ്ങളുടെ ആദിമ സംസ്കാരം വികസിച്ച ദേശങ്ങളിലൊന്ന്. ശബരിമല അയ്യപ്പന്റെ സ്വന്തം നാട്. തിരുവല്ലയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെയുള്ള ചെറുപട്ടണം. പ്രാചീന കാലത്ത് വേണാടിന്റെയും പിന്നീട് തിരുവിതാംകൂറിന്റെയും ഭാഗമായിരുന്നു റാന്നി. കാടും ദുർഘടമായ മലമ്പ്രദേശങ്ങളും മാത്രം നിറഞ്ഞ ദേശമായിരുന്നു ഒരു കാലത്ത്. കാലാന്തരെ ക്രിസ്ത്യൻ കുടിയേറ്റത്തിന്റെ കാലം വന്നു. കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ റാന്നിയിൽ വന്നെത്തി. റബ്ബറും കുരുമുളകും തേങ്ങയും ഒക്കെ വിളഞ്ഞു. താഴ്വാരങ്ങൾ വെട്ടിനിരത്തി പച്ചക്കറി തോട്ടങ്ങളാക്കി. കർഷകരുടെ കൈക്കരുത്തിൽ റാന്നി വളർന്നു വികസിച്ചു. സ്വാതന്ത്ര്യാനന്തരം പുരോഗമനാശയങ്ങളും ഭൂപരിഷ്കരണവും സഹകരണ പ്രസ്ഥാനവുമെല്ലാം റാന്നിയുടെ സാമൂഹിക ക്രമത്തെ സ്വാധീനിച്ചു. പിന്നെ പ്രവാസം വലിയ സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കി. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി പരസ്പര ബഹുമാനത്തോടെ സഹവസിക്കുന്ന റാന്നിയുടെ രാഷ്ട്രീയ വികാസ ചരിത്രം കൂടി നമുക്ക് നോക്കാം. 1957 രൂപീകൃതമായ മണ്ഡലമാണ് റാന്നി. ആദ്യം കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിലൊന്നായിരുന്നു. എന്നാൽ 1996 രാജു എബ്രഹാമിന്റെ വരവോടെ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറി. 1996 മുതൽ മണ്ഡലം LDFനൊപ്പമാണ്. 5 തവണയാണ് രാജു എബ്രഹാം റാന്നിയിൽ നിന്ന് ജയിച്ച് MLA ആയത്. 2021 കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രമോദ് നാരായണൻ MLA ആയി. മുന്നണിയിലെ സീറ്റ് ധാരണ പ്രകാരമാണ് CPIMന്റെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തത്. നിലവിലെ MLA പ്രമോദ് നാരായണനിലേക്ക് വന്നാൽ CPIM കുടുംബത്തിൽ ജനിച്ച് ബാലസംഘത്തിലൂടെ SFIയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് വന്നയാൾ. ചെറുപ്പത്തിലെ മികച്ച സംഘാടകനും പ്രാസംഗികനുമായി പേരെടുത്തു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. കേവലം 22-ാം വയസ്സിൽ ജാരുമൂട് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെയും സീതാറാം യെച്ചൂരിയുടെയും എല്ലാം കേരളത്തിലെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്താൻ പാർട്ടി നിയോഗിച്ച കേഡർ. ലോക്സഭാ സീറ്റിലേക്ക് വരെ ഒരു കാലത്ത് CPIM പരിഗണിച്ചിരുന്ന നേതാവ്. ആലപ്പുഴ CPIMലെ വിഭാഗീയതയുടെ കാലത്ത് പ്രമോദ് നാരായണൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. പിന്നീട് കേരള കോൺഗ്രസ് എമ്മിലും അങ്ങനെ ഇടതുചേരിയിലേക്ക് തന്നെയും തിരികെ എത്തി. മുൻപ് റാന്നി ആരെയൊക്കെ തുണച്ചു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡുകൾ എങ്ങനെയായിരുന്നു? ആ കണക്കുകളിൽ നിന്നും നമുക്ക് ചിലത് കണക്ക് കൂട്ടിയെടുക്കാനുണ്ട്. കാണാം മണ്ഡല ചിത്രം. സവിശേഷ പ്രകൃതി, കൃഷി, കുടിയേറ്റം, മതേതര സഹജീവിതം എന്നിവയെല്ലാം ചേർന്നാണ് റാന്നിയുടെ ചരിത്രം രൂപപ്പെട്ടത്. ശബരിമല തീർത്ഥാടന പാത എന്ന നിലയിൽ വലിയ പ്രാധാന്യം റാന്നിക്കുന്നുണ്ട്. ശബരിമലയും രാമായണവുമായി ബന്ധിപ്പിക്കുന്ന പല കഥകളും ഇവിടെ പ്രചാരത്തിലുണ്ട്. ശ്രീരാമനെ കാത്ത് സന്യാസ ജീവിതം നയിച്ച ശബരി താമസിച്ച മലയാണ് ശബരിമല എന്നാണ് ഒരൈതിഹ്യം. റാന്നി വലിയ പള്ളി എന്ന് പേരുകേട്ട സെന്റ് മേരീസ് പള്ളി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പുരാതന ദേവാലയങ്ങളിലൊന്നാണ്. 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ദേവാലയത്തിനും റാന്നിയുടെ മത സാംസ്കാരിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. റാന്നിയുടെ സ്ഥലകാല ചരിത്രം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമുക്ക് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചിത്രം ഒന്ന് ഓടിച്ചു നോക്കി വരാം. 1957-ലും 60-ലും ജയം കോൺഗ്രസിന്റെ വയലാ ഇടിക്കുളയ്ക്കായിരുന്നു. 1965-ൽ കേരള കോൺഗ്രസിന്റെ EM തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 1967-ൽ ഇടതിന് ആദ്യ ജയം റാന്നിയിലുണ്ടായി. CPIയുടെ MK ദിവാകരനാണ് MLA ആയത്. 1970-ൽ ഇടതു സ്വതന്ത്രൻ ജേക്കബ് സക്കറിയ MLA ആയി. 1977 വീണ്ടും കേരള കോൺഗ്രസിന് ജയം. പ്രൊഫസർ KA മാത്യു MLA ആയി.
1980 കോൺഗ്രസ് യുവിൻ്റെ MC ചെറിയാൻ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 1982 86 ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്കായിരുന്നു വിജയം. 1991 MC ചെറിയാനിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. 1996 മണ്ഡലം കോൺഗ്രസിൽ നിന്ന് ഇടതുമുന്നണി പിന്നെയും പിടിച്ചെടുത്തു. 1996 മുതൽ 2021 വരെ CPIM-ന്റെ രാജു എബ്രഹാം MLA ആയി തുടർന്നു. 2021 വീണ്ടും LDF ജയം കേരള കോൺഗ്രസ് എമ്മിനാണ്. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രമോദ് നാരായണനാണ് MLA. മണ്ഡലത്തിൻ്റെ ചരിത്രം ഏതായാലും നമ്മൾ പരിശോധിച്ചല്ലോ. ഇനി മണ്ഡലത്തിലെ നിലവിലെ വോട്ട് കണക്കുകൾ കൂടി നമുക്ക് ഓടിച്ചു നോക്കി വരാം. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ഓരോ പാർട്ടികളുടെയും പ്രകടനം എങ്ങനെയായിരുന്നു എന്നൊറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുവരാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നിലയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. കേരള കോൺഗ്രസ് എം LDF-ലെത്തിയതോടെ സീറ്റ് CPIM കേരള കോൺഗ്രസ് എമ്മിന് നൽകി. കേരള കോൺഗ്രസ് എമ്മിൻ്റെ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ് നിലവിലെ MLA. നേരത്തെ പറഞ്ഞല്ലോ 57,669 വോട്ടുകൾക്കാണ് പ്രമോദ് നാരായണൻ അവിടെ നേടിയത്. അതാണ് മൊത്തം വോട്ടുകൾ, നേടിയ മുഴുവൻ വോട്ടുകൾ. അതായത് 41.4% വോട്ടുകളാണ് പ്രമോദ് നാരായണൻ നേടിയത്. കോൺഗ്രസിൻ്റെ റിങ്കു ചെറിയാൻ അത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 51,384 വോട്ടുകൾ, അതായത് 40.4 വോട്ടുകളാണ് റിങ്കു ചെറിയാൻ നേടിയത്. BDJS-ന്റെ K പത്മകുമാറാണ് അവിടെ മത്സരിച്ചത്. 19,587 വോട്ടുകളാണ് അവിടെ പത്മകുമാർ നേടിയത്. 15.4% വോട്ട്. അങ്ങനെ നോക്കുമ്പോൾ പ്രമോദ് നാരായണൻ്റെ ഭൂരിപക്ഷം അങ്ങനെ വലിയ ഭൂരിപക്ഷമല്ല. 1285 വോട്ടുകൾ മാത്രമാണ് പ്രമോദ് നാരായണൻ അവിടെ നേടിയ ഭൂരിപക്ഷം. അടുത്തതായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില എങ്ങനെയായിരുന്നു എന്നത് നമുക്ക് നോക്കാം. കോൺഗ്രസിൻ്റെ ആന്റോ ആന്റണി, അതായത് UDF സ്ഥാനാർത്ഥി, 46,594 വോട്ടുകൾ, അതായത് 40.08% വോട്ടാണ് ആ റാന്നി നിയമസഭാ മണ്ഡലത്തിൽ നേടിയത്. അതേസമയം ഡോക്ടർ TM തോമസ് ഐസക്കാണ് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 36,997 വോട്ടുകൾ, അതായത് 31.82% ആ സിറ്റിംഗ് മണ്ഡലത്തിൽ, അതായത് നിയമസഭാ മണ്ഡലം സിറ്റിംഗ് LDF മണ്ഡലമാണ്, അവിടെ അത്രയും കുറഞ്ഞു. 31.82% ഉള്ളൂ. അനിൽ K ആന്റണിയാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. 30,758 വോട്ടുകൾ, അതായത് 26.46%. തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുത്തനെ വോട്ട് നില വർദ്ധിപ്പിക്കാൻ അവിടെ NDAക്ക് കഴിഞ്ഞു. മണ്ഡലത്തിൽ റാന്നി മണ്ഡലത്തിൽ അനിൽ ആന്റണി ആയിരുന്നു സ്ഥാനാർത്ഥി. 26.46%. ഇനി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നും ആരാണ് ഇപ്പോൾ അത് ഭരിക്കുന്നതെന്നും നോക്കാം. 12 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് റാന്നി നിയമസഭാ മണ്ഡലം. കോട്ടാങ്ങൽ ടൈയായി മാറുകയായിരുന്നു. കോട്ടാങ്ങൽ പഞ്ചായത്ത് വെച്ചൂച്ചിറയിൽ UDF ആണ്. റാന്നി പെരുന്നാട് LDF ആണ്. നാറാണമൊഴി UDF ആണ്. റാന്നി പഴവങ്ങാടി UDF ആണ്. റാന്നി അങ്ങാടി UDF ആണ്. കൊറ്റനാട് UDF ആണ്. എഴുമറ്റൂർ UDF ആണ്. അയ്യൂരിൽ NDA ആണ്. റാന്നി LDF ആണ്. വടശ്ശേരിക്കര UDF ആണ്. ചെറുകോൽ LDF ആണ്. ഇതിൽ കോട്ടാങ്ങലിൽ വലിയ മാറ്റമാണ് സംഭവിച്ചത്. 2020 ഭരണം LDF-നായിരുന്നു. എന്നാൽ ഇത്തവണ LDF-ന് ഒരംഗം മാത്രമേ ഇവിടെയുള്ളൂ. മാത്രമല്ല, ഒരംഗമുണ്ടായിരുന്ന SDPIക്ക് 3 അംഗങ്ങളായി എന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-നെ SDPI പിന്തുണച്ചതോടെ പ്രസിഡന്റ് സ്ഥാനം UDF രാജിവെക്കുകയും ചെയ്തു. ഇതോടെ ഭരണസമിതി ഇല്ലാത്ത സ്ഥിതിയാണ് അവിടെ. അയ്യൂരിൽ സ്വതന്ത്രരെ പിന്തുണച്ച് CPIM ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. 5 അംഗങ്ങൾ ഉണ്ടായിരുന്ന LDF 2ലേക്ക് ചുരുങ്ങി. BJP 1 സീറ്റ് മാത്രമാണ് അധികമായി നേടിയത്. ഇതാണ് അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പൊതുചിത്രം. പക്ഷേ ഇതിനപ്പുറത്ത് മറ്റ് കണക്കുകൾ കൂടി ഇനി വരാനിരിക്കുന്നുണ്ട്. MLA പ്രമോദ് നാരായണൻ ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സാധ്യതകൾ എന്നും എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെന്നുമൊക്കെ പറയാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചോദ്യങ്ങളുണ്ട്. പ്രതിപക്ഷത്തു നിന്നുള്ള അതിഥിയുടെ റെക്കോർഡ് ചെയ്ത ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുമുണ്ട്. അത് അടുത്ത ഭാഗത്തിലേക്ക് പറഞ്ഞേ പറ്റൂ. പ്രമോദ് നാരായണനാണ് ഇന്ന് നമ്മോടൊപ്പം തുടരുന്നത്. ഹലോ MLA-യിൽ ശ്രീ പ്രമോദ് നാരായണൻ, ഹലോ MLA-യിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ സ്വാഭാവികമായും ഈ പരിപാടിയെക്കുറിച്ചും കുറേ കാര്യങ്ങൾ ഏകദേശം അറിയാമായിരിക്കുമല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് റാന്നി മണ്ഡലത്തിന് കീഴിൽ ഇടതുമുന്നണിക്ക് ഉണ്ടായത്. ചുരുക്കം ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. പല തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണവും നഷ്ടമായിട്ടുണ്ട്. ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ? എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുപോലെയല്ല.
ഒരു തെരഞ്ഞെടുപ്പ് വേറൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനവുമല്ല. ഇപ്പോൾ കേരളത്തിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം കൊയ്തതിന് ശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലാണ് അന്ന് LDF അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തിരിച്ചടി അതേപോലെ ആവർത്തിക്കപ്പെടും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഗ്രഹിച്ച വിജയം ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ വിശ്വാസം അതങ്ങനെ വലിയ നിലയിൽ നഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറയൊന്നും തകർന്നിട്ടില്ല. പക്ഷേ അധികാരത്തിലുണ്ടായിരുന്ന ചുമതലയിലുണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പലതും പല കാരണങ്ങളാൽ നഷ്ടമായിട്ടുണ്ട്. അപ്പം അത് ജനങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിധി എഴുതിയതെന്ന് ആത്മപരിശോധന നടത്തി പഠിച്ച് താഴെത്തട്ടിലുള്ള ആളുകളിൽ നിന്നും അഭിപ്രായം സ്വീകരിച്ച് തിരുത്തലുകൾ നടത്തി ജനവിശ്വാസം വീണ്ടെടുക്കുന്നതിനുള്ള ആത്മാർത്ഥമായ പരിശ്രമം ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് നടത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം എക്കാലവും കഴിഞ്ഞ 25 വർഷം ഇപ്പോൾ 29 വർഷമായി LDFനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് റാന്നി. അവിടെ LDF തന്നെ ആ വിജയം ആവർത്തിക്കും എന്ന ആത്മവിശ്വാസമാണുള്ളത്. തീർച്ചയായും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ് എന്നത് സംബന്ധിച്ച്, ആ പരാജയത്തിന് കാരണം ഇപ്പോൾ ശബരിമല ഉൾപ്പെടുന്ന റാന്നി മണ്ഡലത്തിൽ തവണ ഇടതുമുന്നണിക്ക് ശബരിമല സ്വർണ്ണക്കുള്ള വിഷയം സ്വാഭാവികമായ ഒരു ചർച്ചയായി നേരിടേണ്ടി വരും. അതൊരു തിരിച്ചടിയാകുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ വിഷയത്തെയും മലയാളി അത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമാണ്. എന്നാൽ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്താണ്? ഇത്തരം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലെ നെല്ലും പതിരും അതിൽ കാതലുള്ള വിഷയങ്ങൾ എത്ര പ്രചരണങ്ങളുണ്ടായാലും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ശബരിമലയിൽ ഉണ്ടായ സംഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ശബരിമലയിൽ എല്ലാ വർഷവും നട തുറക്കുമ്പോൾ അവിടെ പോകുന്ന MLA ആകുന്നതിന് മുമ്പ് തന്നെ അയ്യപ്പനെ ഹൃദയത്തിൽ പേറുന്ന ഒരു ഭക്തനാണ് ഞാൻ. അപ്പോൾ ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യപ്പ ഭക്തന്മാരായ ആളുകൾ മാത്രമല്ല എല്ലാ മലയാളിയെയും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച സമീപനം എന്താ? കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം കൃത്യമായി നടക്കുന്നത് കൊണ്ടാണല്ലോ ഇടതുപക്ഷത്തിനുൾപ്പെടെ നേതാവായിരുന്ന ആളുകൾ ഇപ്പോൾ ജയിലടയ്ക്കപ്പെട്ടുള്ളത്. അപ്പോൾ ആ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിശകുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ശബരിമല വിഷയം ഒരു തിരിച്ചടിയായി മാറും എന്ന് കരുതുന്നില്ല. ജനങ്ങൾ നടക്കുന്ന അന്വേഷണവും പുറത്തുവരുന്ന സംഭവവികാസങ്ങളെയും ജനങ്ങൾ കൃത്യമായി അത് കാണുകയും അത് തിരിച്ചറിയുകയും ചെയ്യും. അക്കാര്യത്തിൽ ആ അന്വേഷണത്തോടുള്ള സർക്കാരിൻ്റെ ആത്മാർത്ഥതയും ജനങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും CPM ജില്ലാ സെക്രട്ടറിയുടെ നാടാണ് റാന്നി. പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്നു എന്നുള്ള പ്രശ്നമൊക്കെ സജീവമായി ചർച്ചയാണ്. ഇതിപ്പോൾ എങ്ങനെ ആളുകൾ തിരിച്ചറിയും, ആളുകൾ അത് മനസ്സിലാക്കിക്കൊള്ളും എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രശ്നങ്ങളുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഈ സമീപനം, അതായത് കേരള കോൺഗ്രസിൻ്റെ എന്നും ഞാനങ്ങ് പറയുന്നില്ല, പക്ഷേ CPMന്റെ ഈ സമീപനം ദോഷം ചെയ്യുമോ? CPMന്റെ സംഘടനാപരമായ നടപടിയെ സംബന്ധിച്ച് ആ പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഉചിതമായ നടപടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തെ തീർച്ചയായും ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുമുണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. റൈറ്റ് പ്രമോദ് തുടരണം. നമ്മൾ ഇനിയിപ്പോൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പശ്ചാത്തല സൗകര്യ വികസനത്തിലും ആരോഗ്യ മേഖലയിലും നടത്തിയ പ്രവർത്തനങ്ങളാണ് റാന്നിയിലെ MLA എന്ന നിലയിൽ പ്രമോദ് നാരായണന്റെ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. റാന്നി താലൂക്ക് ആശുപത്രിയിലെ ലേബർ സ്യൂട്ട് മുതൽ ശബരിമല തീർത്ഥാടകർക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ടം വരെ ഈ പട്ടികയിലുണ്ട്. ആ റിപ്പോർട്ട് കണ്ടുവരാം. മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് റാന്നി MLA പ്രമോദ് നാരായണൻ പറയുന്നത്. ആരോഗ്യ മേഖലയിൽ പഴവങ്ങാടി, അങ്ങാടി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനം ഇതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടി. റാന്നി താലൂക്ക് ആശുപത്രിയിലെ ആധുനിക ലേബർ സ്യൂട്ട് മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണ്. റോഡ് വികസനത്തിലേക്ക് വന്നാൽ കണ്ണങ്കര ഇടമുറി റോഡ്, കിളിയാനിക്കൽ തൂളിക്കുളം റോഡ്, ചെത്തോങ്കര അത്തിക്കയം റോഡ് എന്നിവ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയായി MLA എടുത്തുകാട്ടുന്നു. ശബരിമല സീസൺ ആരംഭിക്കും
ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ കടയാർ പുത്തൻ ശബരിമല റോഡ് ഉൾപ്പെടെയുള്ള പാതകൾ ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കാനായി. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി അംഗൻവാടികളും ആരംഭിച്ചു. വടശ്ശേരിക്കര കോട്ടാങ്ങൽ ചെറുകോൽ വില്ലേജ് ഓഫീസുകളും മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളുടെ വികസനവും MLAയുടെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നു. വെച്ചൂച്ചിറ പോളിടെക്നിക് കോളേജിന് പുതിയ കെട്ടിടവും ഹോസ്റ്റൽ സൗകര്യവും ഒരുക്കി. റാന്നി നോളജ് വില്ലേജ് ലഹരിക്കെതിരായ പൊതുജനങ്ങളെ അണിനിരത്തിയുള്ള പദ്ധതി, ശബരിമല തീർത്ഥാടകർക്ക് ഏറെ ഗുണകരമായ നിലയ്ക്കൽ കുടിവെള്ള പദ്ധതിയുടെ 2ാം ഘട്ടം എന്നിവയെല്ലാം ജനകീയ പദ്ധതികളാണ്. ഇവയെല്ലാം മലയോര ജനതയ്ക്ക് വലിയ ആശ്വാസമായെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ന്യൂസ് മലയാളം, പത്തനംതിട്ട. റൈറ്റ്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ ഏറ്റവും സംതൃപ്തി നൽകിയ പദ്ധതി ഏതാണ് ശ്രീ പ്രമോദ് നാരായണൻ? ഏറ്റവും അഭിമാനത്തോടെ ഇടപെട്ട 2 മേഖല ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ്. അതിൽ ഈ 4.5 വർഷം കൊണ്ട് നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ 40 വർഷത്തിന് ശേഷം ആദ്യമായി കിടത്തി ചികിത്സ ആരംഭിക്കാൻ പെരുന്നാട്ടിൽ കഴിഞ്ഞു. അവിടെ ഒരു പുതിയ ആശുപത്രി കെട്ടിടം 2.23 കോടി രൂപ ചെലവഴിച്ച് അവിടെ ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന നടപടികളുമായി കഴിഞ്ഞു. സ്ഥലം പഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ ശബരിമലയിലെ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല, ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും ആശ്രയിക്കാവുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കല്ലിട്ടത്. റാന്നി താലൂക്ക് ആശുപത്രി 14 കോടി രൂപയുടെ നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സ്ഥലമേറ്റെടുത്തു, നിർമ്മാണം ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ ആയുർവേദം, അതുപോലെ തന്നെ ഹോമിയോ, ഈ 2 മേഖലയിലെയും ചികിത്സാലയം 2 ജില്ലാ ആശുപത്രി റാന്നി മണ്ഡലത്തിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്, വൈജ്ഞാനിക രംഗത്തുണ്ടാകുന്ന മാറ്റമാണ് ഒരു പുതിയ റാന്നിയെ, ആധുനിക റാന്നിയെ സൃഷ്ടിക്കുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇങ്ങനെ കുറേയേറെ പദ്ധതികൾ എണ്ണി പറയാൻ പ്രമോദ് നാരായണനുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരാഗ്രഹം ഉള്ളിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഇനി തുടരണമെന്നോ പുതുതായി നടപ്പാക്കണമെന്നോ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യം കൂടി കാണുമല്ലോ മണ്ഡലത്തിൽ? അല്ല, അങ്ങനെ കഴിയാതെ പോയ പദ്ധതിയില്ല. ഞാൻ അതിവേഗം ഏറ്റവും അധികം MLA ആയ ദിവസം മുതൽ ചുമതല ഏറ്റെടുത്തതും ഏറ്റവും ആദ്യത്തിൽ, അതായത് ഈ കാലയളവിൽ തന്നെ തുടക്കം കുറിക്കണം എന്ന ആഗ്രഹ പദ്ധതി റാന്നി പാലമാണ്. ആ പാലത്തിൻ്റെ നിർമ്മാണം ഈ ഫെബ്രുവരിയിൽ തന്നെ ആരംഭിക്കണം, അതിനോട് ഇച്ഛാശക്തിയോടെ തന്നെ അത് ആരംഭിക്കണം അതാണ് എൻ്റെ ഒരു പ്രയോറിറ്റി പ്രോജക്റ്റ് എന്നതിൽ പറയാനുള്ളത്. ഒരു സ്വപ്ന പദ്ധതിയെക്കുറിച്ചുകൂടെ പറയാൻ അനുവദിക്കണം ചോദ്യകർത്താവിനോട്. അത് ഷീ റൈസ് എന്നൊരു പദ്ധതി കൂടിയുണ്ട്. ഇന്ത്യയിൽ വേറൊരു മണ്ഡലത്തിലുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി. മായ എഞ്ചലുവിൻ്റെ മനോഹരമായ കവിതയാണ് സ്റ്റിൽ ഐ വിൽ റൈസ്. റാന്നിയിലെ സ്ത്രീകൾക്ക് വേണ്ടി കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയിൽ സ്ത്രീകൾക്ക് സൗജന്യമായ തൊഴിൽ പരിശീലനം. ഇപ്പോൾ തന്നെ 400ഓളം സ്ത്രീകൾ തയ്യൽ പരിശീലനം പൂർത്തിയാക്കി. വേണമെങ്കിൽ ആക്ഷേപിക്കാം MLA എന്തിനാണ് തയ്യൽ പഠിപ്പിക്കുന്നത്. പക്ഷേ ആ സ്ത്രീകൾ സംരംഭകരായി മാറാൻ പോവുകയാണ്. അടുത്ത ഘട്ടത്തിൽ അവർക്ക് ഡൊമസ്റ്റിക് ഹെൽത്ത് കെയർ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരെയുള്ള തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് സൗജന്യ പരിശീലനവും തുടർന്ന് അവർക്ക് ലോണും നൽകുന്ന ഒരു മാതൃകാ പദ്ധതിയും ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടം, ഫസ്റ്റ് ഫേസ് ഞങ്ങൾ പൂർത്തീകരിച്ചു. റൈറ്റ്. എന്തായാലും ഇതൊക്കെയാണ് പ്രമോദ് നാരായണൻ എണ്ണി പറയാനുള്ള പദ്ധതികളും. അവിടെ ഇനി തുടർന്നങ്ങോട്ട് എന്തെല്ലാമാണ് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് പ്രതിപക്ഷത്തിന് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്ക് വേഗത്തിൽ പോകേണ്ടത്. ശ്രീ പ്രമോദ് നാരായണൻ, KPCC സെക്രട്ടറിയും താങ്കളുടെ എതിർ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന റിങ്കു ചെറിയാനാണ് ചോദ്യങ്ങൾ തയ്യാറാക്കി അയച്ചു തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. റാന്നി MLA 5 വർഷം പൂർത്തീകരിക്കുന്ന ശ്രീ പ്രമോദ് നാരായണനോട് എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം, 5 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് റാന്നി MLA ആയി റാന്നിയിലേക്ക് കടന്നു വരുമ്പോൾ പമ്പ നദിക്ക് കുറുകെ പുതിയ പാലത്തിന് വേണ്ടിയുള്ള 2 തൂണുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് 5 വർഷക്കാലം കഴിയുമ്പോഴും ആ 2 തൂണുകൾ അതേപോലെ അവിടെ നിൽക്കുകയാണ്. അങ്ങ് MLA ആയിക്കഴിഞ്ഞ് PWD മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ റിയാസിനെ കൊണ്ടുവന്ന് 6 മാസം കൊണ്ട് ഈ പുതിയ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുമെന്നും സമാന്തര വൺ വേ പൂർത്തീകരിക്കുമെന്നും പറയുകയുണ്ടായി. ഇന്ന് 5 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ 2 തൂണുകൾ അതേപോലെ അവിടെ അവശേഷിക്കുകയാണ്. ആ കമ്പികൾക്ക് ഇച്ചിരി പ്രൈമറിയിലും അടിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടത് 5 വർഷക്കാലം കഴിഞ്ഞിട്ടും അങ്ങേക്ക് അതിന് പോലും സാധിച്ചില്ല എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് വലിയ ദുഃഖകരമായൊരു സംഭവമാണ്. എന്താണ് അങ്ങേക്ക് അത് സാധിക്കാഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ ആദ്യമായി ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം തന്നെ കുഴപ്പം പിടിച്ചതാണ് ശ്രീ പ്രമോദ് നാരായണൻ. പാലത്തിൻ്റെ കമ്പിയിൽ പ്രൈമർ അടിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള പ്രയോഗത്തിലെ പരിഹാസവും പുച്ഛവും ഒക്കെ അതിനെ ഞാൻ ആ നിലയിൽ കാണുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എന്താ സംഭവം? എന്തുകൊണ്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടത്?
അത് മറച്ചു വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടാനുള്ള കാരണം 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, നടന്ന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നിയമക്കുരുക്കുകൾ വന്നു, കേസുണ്ടായി. രണ്ടാമത്തേത്, പാലത്തിന് ആവശ്യമായിട്ടുള്ള അപ്രോച്ച് റോഡ് അതിന് സ്ഥലമേറ്റെടുത്തിരുന്നില്ല. ആ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി മാത്രം പുതുതായി പണം കണ്ടെത്തി. 152 ഉടമകളിൽ നിന്നാണ്, വസ്തു ഉടമകളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുത്തത്. പിന്നെ എന്താ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്. ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന പാതയിലെ വാട്ടർ അതോറിറ്റി, KSEB, ഇതിൻ്റെ എല്ലാം ഷിഫ്റ്റിങ്ങിന് പണം വേണം. അതൊന്നും ഉണ്ടായിരുന്നില്ല. 9.12 കോടിക്കണക്കിന് രൂപയാണ് ഈ സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും അധികമായി അനുവദിപ്പിച്ചു. അത് പൂർത്തിയാക്കി. 22 കോടിയാണ് ഇതിൽ സിവിൽ വർക്ക് വരുന്നത്. ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. പാലത്തിൻ്റെ നിർമ്മാണം, വേണമെങ്കിൽ രേഖകൾ പരിശോധിക്കാം, ആദ്യത്തെ ടെൻഡർ കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യത്തെ ടെൻഡർ ക്ഷണിക്കുന്നത്. അതിന് ആരും തയ്യാറായി വന്നില്ല. കഴിഞ്ഞ 5-ാം മാസത്തിൽ 3ാമത്തെ ടെൻഡർ വന്നു. പക്ഷേ അത് എബോവ് ആണ്, കഴിഞ്ഞ റേറ്റിലാണ്. എബോവ് 40% എബോവ് ആണ്. 40% എബോവ് വരുന്നൊരു ടെൻഡറിന് മന്ത്രിസഭയുടെ അനുമതി വേണം. ആ മന്ത്രിസഭ അനുമതി ലഭിക്കുന്നതിന് വേണ്ട പരിഗണന എത്തുമ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിസഭയുടെ അനുമതിയോടുകൂടി 4ാമത്തെ ടെൻഡർ, ആ ടെൻഡറിന് അനുമതി മന്ത്രിസഭ നൽകിയാൽ പാലത്തിൻ്റെ നിർമ്മാണം ഫെബ്രുവരിയിൽ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായും. റിങ്കു ചെറിയാൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക്. MLA ഉള്ള രണ്ടാമത്തെ ചോദ്യം, റാന്നി പോലുള്ള ഈ മലയോര പ്രദേശത്ത്, കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇന്ന് കർഷകർ വലിയ ബുദ്ധിമുട്ടിലാണ്. കർഷകരുടെ നാണ്യവിളകൾക്ക് ഇന്ന് ന്യായമായ വില ലഭിക്കുന്നില്ല. ഇനി വിലയില്ലെങ്കിൽ പോലും കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൃഷിയെല്ലാം ഇന്ന് കാട്ടുമൃഗങ്ങൾ ഇറങ്ങിക്കൊണ്ട്, പന്നിയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങിക്കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളയുന്നൊരു സാഹചര്യമാണുള്ളത്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ ജീവന് പോലും ഇന്ന് വലിയ ഭീഷണി നേരിടുന്നൊരു സമയമാണുള്ളത്. കടുവ ഇറങ്ങുമ്പോൾ, നാട്ടുകാരുടെ പരാതി വരുമ്പോൾ അവിടേക്ക് വിളിക്കുമ്പോൾ അവിടെ ചെന്ന് ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട കൂട് വെക്കുമ്പോൾ പോയി പടവെടുക്കുന്നതല്ലാതെ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിനും നടപടി എടുക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കർഷകരെ സഹായിക്കാൻ വേണ്ടി നിയമം കൊണ്ടുവരാനോ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനോ ഒക്കെ അങ്ങേക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വലിയ ദുഃഖം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മറുപടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വന്യമൃഗശല്യം കൂട് വയ്ക്കുമ്പോൾ MLA അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, കൂട് വയ്ക്കാൻ വേണ്ടിയും ആ പ്രദേശങ്ങളിൽ ഓടിയെത്തുകയും ഒക്കെ ചെയ്യുന്ന MLAയും ജനങ്ങളുമൊപ്പം ചിത്രം വരുന്നതിൽ അസഹിഷ്ണുത തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെ അത് നമുക്ക് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ഓടിയെത്തുന്ന ആളുകളുടെ ചിത്രം സ്വാഭാവികമായിട്ടും വരും. ചോദ്യം ചോദിച്ച എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ പാർട്ടി ഇന്ത്യ ഭരിക്കുമ്പോഴാണ് 72-ലെ വനവന്യജീവി നിയമം കൊണ്ടുവരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 50 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ മാറ്റിവെച്ച MLA ആണ്. ബിജു എന്ന കർഷകൻ പമ്പാവാലിയിൽ കൊല്ലപ്പെട്ടു. 10 ലക്ഷം രൂപ 24 മണിക്കൂറിൽ ആ കുടുംബത്തിന് കൊടുത്തു. 10 ലക്ഷം രൂപ മതിയാകുന്നല്ല. പക്ഷെ അവിടെ അതുകൊണ്ട് പരിഹരിക്കുക, അവിടെ നിൽക്കുകയല്ല ചെയ്ത്. അവിടെ മുതലുള്ള വന്യജീവി ആക്രമണം എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഈ 50 ലക്ഷം രൂപയ്ക്കുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളും അത് പൂർത്തീകരിച്ചു. മണിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, വടശ്ശേരിക്കരയിലെ മണിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് വലിയ നിലയിൽ ആശ്വാസമേകിയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്, ശ്രീ റിങ്കു ചെറിയാൻ്റെ ചോദ്യത്തിലേക്ക്. റാന്നി കോഴഞ്ചേരി റോഡിലെ പൊതമൺ പാലം 100 വർഷം മുമ്പ് പഴക്കമുള്ള ഒരു പാലമാണ്. ആ പാലം തകർന്നിട്ട് ഇപ്പോൾ 4 വർഷം കഴിയുകയാണ്. ഒരു സമാന്തര പാലം നിർമ്മിക്കാൻ വേണ്ടി 2 വർഷക്കാലമാണ് എടുത്തത്. ഇപ്പോൾ 4 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു MLAയുടെ 5 വർഷ കാലാവധിക്കുള്ളിൽ ഒരു പാലം പണിയാൻ വേണ്ടി 4 വർഷം 5 വർഷം എടുക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ നാടിൻ്റെ വികസനം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ മറുപടി ആഗ്രഹിക്കുന്നു. അടുത്ത ചോദ്യം. എന്നാ പുതമൺ പാലം തകർന്നത്? 2023 ജനുവരിയിലാണ്. അപ്പോൾ 3 വർഷം ആണ്. അപ്പോൾ 3 വർഷത്തെ 4 വർഷമാക്കി നമുക്കൊരു ചോദ്യത്തിൽ പൊലിപ്പിക്കേണ്ടതില്ലല്ലോ. എല്ലാ അർത്ഥത്തിലും ആ പ്രദേശത്ത് സുരക്ഷിതമായ സുഗമമായ യാത്രയ്ക്ക് കഴിയുന്ന തരത്തിലുള്ള മനോഹരമായൊരു പാലം, ആ പാലം ജനുവരി മാസത്തിൽ തന്നെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. അത് വളരെ അഭിമാന പദ്ധതിയായിട്ട് തന്നെയാണ് പുതമൺ പാലത്തെ കാണുന്നത്. റൈറ്റ്. പ്രമോദ് നാരായണൻ, ഇത്രയുമായിരുന്നു റിങ്കു ചെറിയാൻ KPCC സെക്രട്ടറിക്ക് ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നിലവിലെ MLAയെ കുറിച്ചും ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കാം. അതുകൊണ്ട് താങ്കൾ തുടരണം.
വോക്സ് പോപ്പിലേക്ക്. MLA പറ്റി നല്ല അഭിപ്രായം ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാ ചോദിച്ചാൽ അയാൾ രാഷ്ട്രീയം നോക്കിയല്ല ചെയ്യുന്നത്, എല്ലാവർക്കും എല്ലാം ഇതുപോലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാമെന്ന് പറയാമെന്നല്ലാതെ പുള്ളിയെ കൊണ്ട് യാതൊരു കഴിവുമില്ല. കാരണം പുള്ളിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ 5 വർഷം വെറുതെ സാധ്യതയുള്ളൂ. നമ്മളെ പറ്റി നല്ല അഭിപ്രായമാണ്, സൂപ്പർ അഭിപ്രായം. നല്ല അഭിപ്രായമൊന്നുമില്ല, വലിയ കുഴപ്പമില്ല. വളർന്നു വരുന്ന ഒരു നേതാവാണ്. പിന്നെ പ്രാന്തിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യവും പുള്ളി തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എൻ്റെ അയൽവക്കത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ പാലത്തേക്ക് കാണുന്ന വലിയ വീട് എല്ലാവർക്കും ഇപ്പോൾ പുള്ളി അങ്ങോട്ട് പോയിട്ട് നല്ല മനുഷ്യൻ. കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പ്രസംഗം കേട്ടാൽ തന്നെ നമ്മളവിടെ ഇരുന്ന് പോകും. നല്ല സ്റ്റൈലിൽ MLA, എല്ലാം കൊണ്ടും പ്രയോജനമുണ്ട് MLA. അത്രയും എല്ലാം അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ അല്ല, ഇതുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടിയത്. എല്ലാവരോടും നല്ല സ്നേഹം, നല്ല സഹകരണം, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വളരെ കുറച്ച് നാട്ടുകാരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും MLA-യുടെ നാട്ടുകാരാണ് ഈ പറയുന്ന റാന്നി MLA-യെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത്. MLA തുടരുന്നുണ്ട്. ചില 1-2 കാര്യങ്ങളിൽ കൂടി നമുക്ക് വ്യക്തത വരുത്താനുണ്ട്. MLA ഇത്തവണ, അതായത് പ്രമോദ് നാരായണൻ ഇത്തവണ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമോ? 2026 ഓരോ സ്ഥലത്തും ആര് മത്സരിക്കണം എന്നുള്ളത് ചോദ്യത്തിൽ തന്നെ ഉള്ളതുപോലെ അത് പാർട്ടിയും മുന്നണിയും തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ സാധാരണ നിലയിൽ കേരള കോൺഗ്രസിൻ്റെ രീതി വെച്ചിട്ട് നിലവിലുള്ള MLA-മാർ, ഞാൻ ഫസ്റ്റ് ടൈമാണ്, തീർച്ചയായിട്ടും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ തുടരാൻ, അക്കാര്യത്തിൽ മത്സരരംഗത്തുണ്ടാകാൻ കേരള കോൺഗ്രസിൻ്റെ LDF-ൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരത്തിനുണ്ടാകാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. അക്കാര്യത്തിൽ മാറ്റമുണ്ടാകും ഞാൻ കരുതുന്നില്ല. പക്ഷേ അതെല്ലാം അവസാന തീരുമാനമെടുക്കേണ്ടത് എൻ്റെ പാർട്ടിയും പാർട്ടി ചെയർമാനായ ശ്രീ ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ LDF-ഉമാണ്. റൈറ്റ്, അത് തന്നെയാണ് സ്വാഭാവികമായും എല്ലാ MLA-മാരും പറയുക. ഇങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും മറുപടി. പക്ഷേ ആ മറുപടിയിൽ തന്നെ എല്ലാം ഉണ്ട്. അടുത്ത ടൈം അവിടെ മത്സരരംഗത്തുണ്ടാവുക, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാവുക ശ്രീ പ്രമോദ് നാരായണൻ തന്നെ ആയിരിക്കുമെന്ന്. നന്ദി ശ്രീ പ്രമോദ് നാരായണൻ, ഈ ഹലോ MLA എന്ന പരിപാടിയിൽ പങ്കെടുത്തതിനും ഇത്രയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിനും. ന്യൂസ് മലയാളത്തിൻ്റെ പ്രത്യേക നന്ദി. റാന്നിയുടെ വികസന കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഈ അവസരം തന്നതിന് ന്യൂസ് മലയാളത്തിനോട് എൻ്റെ സ്നേഹപൂർവ്വം എന്നെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആരായിരിക്കും റാന്നിയിൽ LDF-ന്റെ എതിരാളി? UDF സ്ഥാനാർത്ഥിയായി റിങ്കു ചെറിയാൻ തന്നെ വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. നിലവിൽ KPCC സെക്രട്ടറിയാണ് റിങ്കു ചെറിയാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 3 മാസങ്ങൾക്കപ്പുറം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താകും പ്രതിഫലിക്കുക എന്നതിന്റെ സൂചനയായിരുന്നോ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം? അതോ പുത്തൻ സാധ്യതകളിലേക്ക് തുറക്കുമോ? അഭിപ്രായങ്ങളും തീർപ്പുകളും വിധികളും പ്രവചനങ്ങളും എല്ലാം മാറിമറിയാം. അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ സമഗ്ര സമ്പൂർണ്ണ ചിത്രം കാണാം ഹലോ MLA-യിൽ. ചോദ്യങ്ങൾ കാത്തിരിക്കുന്നു, ഉത്തരം പറഞ്ഞേ പറ്റൂ.